ഹലോ എവ്രി വൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റഡി പ്ലാൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് OAക്ക് വേണ്ടിയിട്ടും ഡിഗ്രി പ്രിലിംസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസിനും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ സിലബസുകൾ മൂന്നും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക കേട്ടോ. അതിന് ടെലഗ്രാം ചാനലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ ടോപ്പിക്കിലുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പോൾ ആദ്യം എടുത്തിരിക്കുന്ന ടോപ്പിക്ക് നമ്മുടെ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനെയും പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ മൊഡ്യൂൾ 2ലാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് കൊടുത്തിരിക്കുന്നത് മാനേജ്മെൻറ്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് നോക്കാം. എന്താണ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളെ എന്ത് ചെയ്യുക, അതിൻ്റെ ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവിലേക്ക് കൊണ്ടെത്തിക്കുക. അപ്പോൾ തന്നിരിക്കുന്ന ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒബ്ജക്റ്റീവിലേക്ക് എത്തുക എന്നതാണ് മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിഫൈൻസ് ആസ് ആൻ ആക്ട് ഓഫ് മാനേജിങ് പീപ്പിൾ ആൻഡ് ദെയർ വർക്ക് ഫോർ അച്ചീവിങ് എ കോമൺ ഗോൾ ബൈ യൂസിങ് ദ ഓർഗനൈസേഷൻസ് റിസോഴ്സസ്. അപ്പോൾ ആളുകളെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അതിലേക്ക് കൊണ്ടെത്തിക്കുക, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് ആൻ എൻവയോൺമെൻറ്റ് അണ്ടർ വിച്ച് ദ മാനേജർ ആൻഡ് ഹിസ് സബോർഡിനേറ്റ്സ് ക്യാൻ വർക്ക് ടുഗദർ ഫോർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് ദ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇവിടുത്തെ ടോപ്പ് അതോറിറ്റി ആരാണ് വരുന്നത്? മാനേജറാണ് ഇവിടുത്തെ മെയിൻ പേഴ്സൺ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷനിൽ വരുമ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റർ ആവും. അത് രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. അപ്പം മാനേജറും അതുപോലെ തന്നെ അയാളുടെ സബോർഡിനേറ്റ്സും കൂടെ ഒരു ഗ്രൂപ്പ് ഒബ്ജക്റ്റീവിനെ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് എന്തൊക്കെ ഒത്തിണക്കുകയാണ് ചെയ്യുന്നത്? മാനേജ്മെന്റ് ബ്രിങ്സ് ടുഗദർ 5 M's ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ 5 M's എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. മെൻ, മെറ്റീരിയൽ, മെഷീൻ, മെത്തേഡ്സ് ആൻഡ് മണി. ഇതാണ് 5 M's എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 M'സിനെ കൂട്ടിയിണക്കുന്നത് ഏതാണ്? മാനേജ്മെന്റ് ആണ്. 5 M'സും കൂട്ടിയിണക്കുമ്പോൾ നമുക്ക് സക്സസ്ഫുള്ളി ആ ഒരു ഓർഗനൈസേഷന്റെ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് മാനേജ്മെന്റ് എന്ന് മനസ്സിലായാലോ? അപ്പോൾ ഇത്രയും വളരെ കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നമ്മൾ എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അഡ്മിനിസ്ട്രേഷൻ എന്തെന്ന് നോക്കാം. Administration is a systematic process of administrating the management of an organization by a group of people. നമ്മൾ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ എന്താണ് പറഞ്ഞത്? ആളുകളെ ഒത്തിണക്കിക്കൊണ്ട് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുക. ഇവിടെ ഓർഗനൈസേഷനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഇത് അഡ്മിനിസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന് ഉള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതാണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ ഓഫ് പ്ലാൻസ്, പോളിസീസ്, അതുപോലെ പ്രൊസീജിയേഴ്സ്, സെറ്റിംഗ് അപ്പ് ഓഫ് ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, എൻഫോഴ്സിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതെല്ലാം ആരുടെ ഉത്തരവാദിത്തമാണ്? അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അഡ്മിനിസ്ട്രേഷൻ ചെയ്യുകയും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എല്ലാ മേഖലകളും, ഗവൺമെന്റ് സെക്ടേഴ്സിലായിക്കോട്ടെ, നോൺ പ്രോഫിറ്റബിൾ ആയിക്കോട്ടെ, ബിസിനസ് മേഖലയിലെ ഹോസ്പിറ്റൽ, സ്കൂൾസ്, അങ്ങനെ പറയുന്ന എഡ്യൂക്കേഷണൽ സെക്ടേഴ്സ് എല്ലായിടത്തും അഡ്മിനിസ്ട്രേറ്റീവ് യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്. മറിച്ച് മാനേജ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് കൂടുതൽ പ്രോഫിറ്റബിൾ മേഖലയിലായിട്ടാണ്, വെച്ചാൽ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടാണ് മാനേജ്മെന്റിനെ പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അഡ്മിനിസ്ട്രേഷൻ ലൈസ് ഡൗൺ ദ ഫണ്ടമെന്റൽ ഫ്രെയിംവർക്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ വിത്തിൻ വിച്ച് ദ മാനേജ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഫംഗ്ഷൻസ്. അപ്പോൾ എന്താണ്? ഫണ്ടമെന്റൽ ഫ്രെയിംവർക്ക് ആണ്. ഓർഗനൈസേഷന്റെ ഒരു ഫണ്ടമെന്റൽ ഫ്രെയിംവർക്ക് ആണ് ആര്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ് എന്ത് വരുന്നത്? മാനേജ്മെന്റ് വരുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ ആരാണ്? ഓർഗനൈസേഷൻ ആണ് ഏറ്റവും മുകളിൽ എന്ന് പറയുന്നത്. അതിന് താഴെയായിട്ട് അഡ്മിനിസ്ട്രേഷൻ, അത് കഴിഞ്ഞിട്ട് മാനേജ്മെന്റ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതത്രയും ഓർത്തിരിക്കുക കേട്ടോ. ഈ ഒരു 3 ഇങ്ങനെയാണ് ഹൈറാർക്കി എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുന്ന കാര്യമാണ് ഏത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ സിമിലാരിറ്റീസ് എന്ന് നോക്കാം. അപ്പോൾ രണ്ടും എന്താണ്? മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് കുറേ സിമിലാരിറ്റീസ് കാണുമല്ലോ. എന്തായിരിക്കും അത്? അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, മാനേജ്മെന്റ് ആയിക്കോട്ടെ, രണ്ടും എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ രണ്ടും എന്തിലേക്കാണ് നോക്കുന്നത്? ഒരേ ഗോളിലേക്കാണ്. അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണോ അതിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലും എന്ത് ചെയ്യുന്നത്?
അതിൻ്റെ സക്സസിന് വേണ്ടിയിട്ടും അതിന് പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്യുക, മാനേജ്മെന്റ് ആയിക്കോട്ടെ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത്. ബോത്ത് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വർക്ക് ടുവേർഡ്സ് അച്ചീവിംഗ് ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ അതിന്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ അച്ചീവ് ചെയ്യാനാണ് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ മാനേജ്മെന്റ് ആയിക്കോട്ടെ നോക്കുന്നത്. അതുപോലെ ബോത്ത് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആർ കൺസേൺഡ് വിത്ത് ദ ഫംഗ്ഷനിങ് ആൻഡ് സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. അപ്പോൾ അതിന് ഓർഗനൈസേഷന് മൊത്തത്തിലുള്ളൊരു സക്സസിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, പ്രയത്നിക്കുന്നത്. ഇനി ബോത്ത് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ് മേക്കിംഗ് ഡിസിഷൻസ്. പിന്നെ അവരുടെ ജോലികളിൽ അവർക്കുള്ള പ്രത്യേകതകളാണ് മേക്കിംഗ് ഡിസിഷൻ മേക്കിങ്ങിൽ എന്താണ്, ആ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ റിസോഴ്സസ് ആണോ ഉള്ളത് അവിടുത്തെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ച് വേണം നമ്മൾ ആ ഒരു ഓർഗനൈസേഷന്റെ സക്സസിലോട്ട് എത്താൻ. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങും അവിടുത്തെ പോളിസി മേക്കിംഗ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ഒരുപോലെ തന്നെ എന്ത് ചെയ്യണം, മുന്നേറണം. പിന്നെ അതുപോലെ ലീഡർഷിപ്പ് സ്കിൽ, രണ്ടു പേർക്കും എന്തായിരിക്കണം, കറക്റ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ലീഡർഷിപ്പ് സ്കിൽസിൽ വരുന്നതാണ് ഏതൊക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആയിക്കോട്ടെ, നമ്മുടെ മോട്ടിവേഷണൽ സ്കിൽ ആയിക്കോട്ടെ, അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം ലീഡർഷിപ്പ് സ്കില്ലിലാണ് വരുന്നത്. ഇനി അത് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി. നമുക്ക് എന്തൊക്കെ ഇപ്പം ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടാവാം. അപ്പം അതിനെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉള്ളൊരു സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ സക്സസ്ഫുള്ളി നമുക്ക് അതിന്റെ ഒബ്ജക്റ്റീവിനെ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാനേജ്മെന്റ് ലെവലിലും വേണം നമുക്ക്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലും ഉണ്ടായിരിക്കണം ആ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്നത്. അതുപോലെ അഡാപ്റ്റേഷൻ ഓഫ് ചേഞ്ചസ്. നമ്മൾ എന്തിന് എന്താണ് ഒരുങ്ങിയിരിക്കണം, ചേഞ്ചസിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കണം. നമ്മുടെ സിറ്റുവേഷൻസ് എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ സൊസൈറ്റീനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യുക, ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മളായാലും ഒരു പ്ലാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ട സമയത്ത് എന്ത് ചെയ്യണം, മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ മാത്രമേ അതിന് കൂടുതൽ സക്സസ്സിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ആ ഒരു ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന അതേ രീതിയിൽ മാത്രമേ പോകുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, സക്സസ് ആവില്ല. നമ്മുടെ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനോട് എന്താണ് യോജിക്കുന്ന തരത്തിലുള്ള പ്ലാനുകളൊക്കെ മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് കറക്റ്റായിട്ട് സക്സസ് എത്തുള്ളൂ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ വിങ് ആയിക്കോട്ടെ മാനേജ്മെന്റ് ആയിക്കോട്ടെ എന്ത് ചെയ്യണം, രണ്ടുപേരും ഒരുപോലെ തന്നെ അത് ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ട് നമുക്ക് സിമിലാരിറ്റീസിൽ പറയാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്താണ് ഇവരുടെ ഡിഫറൻസ് എന്ന് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കൺസേൺസ് വിത്ത് ഓവറോൾ ഫംഗ്ഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓവറോൾ മൊത്തത്തിലുള്ള ഒരു ഫംഗ്ഷനിങ്ങും കോർഡിനേഷനുമാണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താണ്, താഴെ തട്ടിലാണ്, അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ് വരുന്നത്. അവിടെയുള്ള ആളുകളുടെ മോട്ടിവേഷൻ, കൺട്രോളിങ്, അവരെ കോർഡിനേറ്റ് ചെയ്ത് ആ ഒരു എന്താണ് ഒബ്ജക്റ്റീവിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് ബാക്കി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി കൺസേൺ വിത്ത് പോളിസി ഫോർമേഷൻ, പോളിസികൾ ഫോം ചെയ്യുന്നത് ആരാണ്, അഡ്മിനിസ്ട്രേഷൻ ആണ്. അതിനെ നടപ്പിലാക്കുന്നത് ആരാണ്, മാനേജ്മെന്റ് ആണ് അതിന്റെ നടപ്പിലാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കൺസേൺ വിത്ത് പോളിസി ഇംപ്ലിമെന്റേഷൻ കേട്ടോ. ഇനി ഇൻവോൾവ്സ് എസ്റ്റാബ്ലിഷിംഗ് പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ് ടു ഗൈഡ് ദ ഓർഗനൈസേഷൻസ് ഓപ്പറേഷൻസ്. അപ്പോൾ പോളിസി ഫോർമേഷനിൽ എന്തൊക്കെ വരാറുണ്ട്, പോളിസീസ് ഉണ്ട്, പ്രൊസീജിയേഴ്സ്, റൂൾസും, അതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെ കൊണ്ടുവരണം അതെല്ലാം ആരാണ് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേഷൻ ആണ് ചെയ്യുന്നത്. അതേസമയം മാനേജ്മെന്റ് എന്താണ് ചെയ്യുന്നത്, ഇൻവോൾവ്സ് ലീഡിങ് ആൻഡ് സൂപ്പർവൈസിങ് എംപ്ലോയീസസ്. അവരെ ലീഡ് ചെയ്യുക, അതുപോലെ തന്നെ അവരെ സൂപ്പർവൈസ് ചെയ്യുക, ടു എൻഷുവർ ദർ വർക്ക് അലൈൻസ് വിത്ത് ഓർഗനൈസേഷണൽ ഗോളിനോട് ചേർന്നാണോ അവരുടെ വർക്ക് നടക്കുന്നത് എന്നുള്ളത് അതിന്റെ മേൽനോട്ടം വഹിക്കുകയാണ് മാനേജ്മെന്റ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? ഇനി റിക്വയർസ് എ ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേരിയസ് ഫംഗ്ഷൻസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ആവശ്യം, ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഒരു ബ്രോഡായിട്ടുള്ള എല്ലാത്തിനെ കുറിച്ചും എന്താണ് ഒരു മൊത്തത്തിലുള്ള ഒരു ധാരണ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ മാനേജ്മെന്റ് ആവട്ടെ ഏത് മേഖലയാണോ കൈകാര്യം ചെയ്യുന്നത് അതിനെക്കുറിച്ചൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവിടെ ആവശ്യമെന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആവശ്യം അവിടുത്തെ. ബ്രോഡ് അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ടത് അഡ്മിനിസ്ട്രേഷനും, ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ആ ഒരു മേഖലയെക്കുറിച്ച് കറക്റ്റായിട്ട് നമ്മൾ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു മേഖലയെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള നോളജ് മൊത്തത്തിൽ ആവശ്യം മാനേജ്മെന്റിനാണ്. എങ്കിൽ മാത്രമേ അതിൽ ഗോളിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ. ഇനി അഡ്മിനിസ്ട്രേഷൻ ഡീൽസ് വിത്ത് മാറ്റേഴ്സ് ഓഫ് ഗവേണൻസ്, അതുപോലെ ലീഗൽ കോംപ്ലിക്കൻസസ്, അതുപോലെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. അപ്പം ലീഗലിയുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ഗവേണൻസ്, അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അഡ്മിനിസ്ട്രേഷനാണ്. മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ ഗോൾ സെറ്റിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. അപ്പൊ എന്തൊക്കെ റിസോഴ്സസ് ആണ് അതിന് ആവശ്യമായിട്ടുള്ളത്, ആ ഗോള് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഗോളിലേക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളതെല്ലാം പിന്നീടുള്ള ഡിസിഷൻ മേക്കിംഗ് എല്ലാം ചെയ്യുന്നത് ആരാണ്, മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് തരിക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷന്റെ ജോലി. അതിന് പുറമേയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഗവേണൻസ്, അതിന്റെ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ കാര്യങ്ങൾ നോക്കുന്നത് അഡ്മിനിസ്ട്രേഷനാണ്. അത് എങ്ങനെ നടപ്പിലാക്കാം എന്നതാണ് ഇത് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ.
ഇനി അത് അഡ്മിനിസ്ട്രേഷനെ നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ടോപ്പ് ലെവൽ അതോറിറ്റിയാണ്. ഇപ്പം ഇത്ര നേരം പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായല്ലോ. പ്ലാനുകളും പോളിസികളും ഒക്കെ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പ് ലെവൽ അതോറിറ്റിയാണ്. അവർക്ക് ഏറ്റവും മുകളിൽ മുതൽ താഴെ വരെയുള്ള മൊത്തത്തിലുള്ള കൺട്രോൾ അവരുടെ കയ്യിലാണ്. എന്നാൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, മിഡിൽ ആൻഡ് ലോവർ ലെവൽ അതോറിറ്റിയാണ്. അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ താഴെ തട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്, മാനേജ്മെന്റിന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ മിഡിൽ ആൻഡ് ലോവർ ലെവൽ അതോറിറ്റിയാണ് ആര്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ടോപ്പ് ലെവൽ അതോറിറ്റിയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഫുൾ കൺട്രോൾ ഓവർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ, മൊത്തത്തിലുള്ള കൺട്രോൾ ആരുടെ കയ്യിലാണ്, അഡ്മിനിസ്ട്രേഷന്റെ കയ്യിലാണ്. വർക്ക്സ് അണ്ടർ അഡ്മിനിസ്ട്രേഷൻ, ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്, അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷന് ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ലെജിസ്ലേറ്റീവ് ആൻഡ് ഡിറ്റർമിനേറ്റീവ് ആണ് അവരുടെ ഫംഗ്ഷൻ. മെയിൻലി പറയുമ്പോൾ എന്താണ്, ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ് ആണ് ഏതിനുള്ളത്, അഡ്മിനിസ്ട്രേഷനുള്ളത്. അവർക്ക് എന്താണ്, ഡിസിഷൻസ് ഫോം ചെയ്യലും പ്ലാൻ ഫോം ചെയ്യലും പോളിസി ഉണ്ടാക്കലും ഒക്കെയാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. എന്നാൽ അതിനെയൊക്കെ നടപ്പിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ആൻഡ് ഗവേണിംഗ് ഫംഗ്ഷൻസ് ആണ് ആർക്കുള്ളത്, മാനേജ്മെന്റിന് ഉള്ളത്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ആണുള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എഴുതിക്കൊള്ളാം. ഇനി ഇവരെന്താണ് ഡിസൈഡ് ചെയ്യുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. വാട്ട് ഷുഡ് ബി ഡൺ ആൻഡ് വെൻ ഷുഡ് ബി ഡൺ, എന്താണ് എപ്പോഴാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നത് അഡ്മിനിസ്ട്രേഷനാണ്. എന്താണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്, എന്തായിരിക്കണം ഗോള്, എപ്പോഴായിരിക്കണം ആ ഗോള് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുന്നത് അഡ്മിനിസ്ട്രേഷനാണ്. എന്നാൽ അത് ആര് ചെയ്യണം, ഹൗ, എങ്ങനെ ചെയ്യണം, ആരാണ്, അതുപോലെ തന്നെ ഹൂവും ഹൗവും ഉള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് മാനേജ്മെന്റിന്റെ കീഴിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്, കറക്റ്റ് ആയിട്ട് തന്നെ ഇത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. വാട്ട് ഷുഡ് ബി ഡണ്ണും വെൻ ഷുഡ് ബി ഡണ്ണും ചെയ്യുന്നത് ആരാണ്, അഡ്മിനിസ്ട്രേഷന്റെ ഡിസിഷൻ ആണ്. അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഡിസിഷൻ ആണ് ആര് ചെയ്യണം എന്നുള്ളതും. അതുപോലെ തന്നെ ഹൗ വിൽ ബി ഇറ്റ് ഡൺ എന്ന് പറയുന്നത്, അപ്പൊ എങ്ങനെ ചെയ്യണം എന്നുള്ളതും ആര് ചെയ്യണം എന്നുള്ളതും മാനേജ്മെന്റിന്റെ ഡിസിഷനാണ്. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കാം. അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് വരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഓണേഴ്സ് ആണ്. അതിനകത്ത് ആരാണോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തി. എന്നാൽ മാനേജ്മെന്റിൽ എന്താണ്, എംപ്ലോയീസ് ആണ് അവിടെ വരുന്നത്. ആരാണ്, റെമ്യൂണറേഷൻസ് സ്വീകരിക്കുന്ന വ്യക്തികളായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റിലെ കീഴിൽ വരിക. അപ്പൊ ഇത്രയുമാണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ വളരെ ചെറിയൊരു കുഞ്ഞൊരു പോർഷനാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട കാര്യം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, പോളിസി ഫോർമേഷൻ ആണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പോളിസി ഇംപ്ലിമെന്റേഷൻ ആണ് മാനേജ്മെന്റ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ പോളിസീസിൽ എന്തൊക്കെയുണ്ട്, റൂൾസും റെഗുലേഷനും എല്ലാം ഉൾപ്പെടുന്നതാണ് പോളിസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രോഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം അഡ്മിനിസ്ട്രേഷനിൽ. ഇവിടെ അതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം മാനേജ്മെന്റ് ആണെങ്കിൽ. ഗവർണൻസിന് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ലീഡ് ചെയ്യുന്നത് അതിനെയൊക്കെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ആരാണ്, അഡ്മിനിസ്ട്രേഷനാണ്. ഇവിടെ ആളുകളെ, അവിടുത്തെ ആ പീപ്പിൾസിന്റെ ഡിസിഷൻ മേക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ആര്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ടോപ്പ് ലെവൽ അതോറിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക, അതോ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ മാനേജ്മെന്റ് മിഡിൽ ആൻഡ് ലോവർ ലെവൽ അതോറിറ്റിയാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വർക്ക്സ് അണ്ടർ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് എന്തിന്റെ കീഴിലാണ് വരുന്നത്, അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ്. എക്സിക്യൂട്ടീവ് ആൻഡ് ഗവേണിംഗ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഹൂ ആൻഡ് ഹൗ, ഇവിടെയാണെങ്കിൽ വാട്ട് ആൻഡ് വെൻ, കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് എന്താണ്, ഇതിന്റെ ഡിഫറൻസിനകത്ത് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇതേ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ.